ഇന്ന് അവൻ്റെ അവസാനത്തെ ഡേ അല്ലേ? എന്താ കാര്യം? നിനക്ക് പെയിൻ അറിയോ? നമ്മുടെ കൂടെ 5 വർഷം ഉണ്ടായിരുന്നതാണ്. നല്ല പെയിനായിരുന്നു. ഏത് കസ്റ്റമറെ കിട്ടിയാലും അവൻ ഇരുത്തി ക്ലോസ് ചെയ്യും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഡ്രഗ് അഡിക്റ്റ് ആയിപ്പോയി. ഇന്ന് അവൻ്റെ അവസാന ദിവസമാണ് നമ്മുടെ ഷോറൂമിൽ. എന്ത് ചെയ്യാനാണ്? എന്ത് പറ്റി? വൈകിട്ടല്ല പോട്ടെ. ഒന്നും പറയണ്ട, മൈൻഡ് ഒന്നും ശരിയാവുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്. നമുക്ക് അവനെ ഒന്ന് കാണാൻ പോവാം. ഒന്നും പറയണ്ട, ഇതേ കണ്ടില്ലേ ഇപ്പൊ ജോബിന്റെ സ്ട്രെസ്സും കാര്യമൊക്കെ എന്ത് ചെയ്യാറില്ല. സർക്കാർ മൂടാണ്. പിന്നെ പുതു ലൈനൊക്കെ ഇട്ട് നൈസായിട്ട് മൂടായിട്ട് ഇങ്ങനെ ഇരിക്കാം. മെമ്പറല്ലേ അടിക്കത്തില്ലേ? ഇല്ല, വെരി സ്വീറ്റില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയാ നമുക്ക് ഡയറക്റ്റാലോ? പിന്നെന്താ ഇടാലോ. അറ്റൻഡ് ചെയ്യില്ലേ? സ്റ്റാർട്ട് ചെയ്തു. ഓ വേണ്ട, അടിച്ചു തുടങ്ങിയല്ലോ. നൈസായി. പോണോ? ഒരു 2 മിനിറ്റുള്ളൂ. ഓക്കെ, ഞാൻ കിട്ടും. ശരി എന്നാ. ഓക്കെ ബ്രോ, പോകുന്നതിന് മുന്നാണ് ചെറിയ സൂയിങ് കാണാം. ഓക്കെ ഓക്കെ ശരി ബ്രോ. ഓക്കെ ബ്രോ. എന്താടാ? എടാ 2000 രൂപ വേണമല്ലോ. ഇപ്പൊ സാലറി വന്നതല്ലേ ഉള്ളൂ. എടാ അത്യാവശ്യമാണ്, നമുക്ക് തരാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ. നീ ഓർത്തോണേ, എനിക്കൊരു 3000 രൂപ തരാനുണ്ട്. ആടാ തരാം. ഇതിലായിരുന്നാണോ നീ എന്നെ ഇത് പൈസ മേടിച്ചേ? നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട, എനിക്ക് ഞാൻ പൈസ തരും. നീ വിട്. നീ എന്തേലും കാണിക്കും, നീ പോ. മാം, മേ ഐ കം ഇൻ? ആ ഡാ, നീയോ? കേറി വാ. ഡാ ഇരിക്കടാ. വേണ്ട, നിനക്ക് എന്താ പറ്റിയേ? നീ ഇരിക്കേ. നിനക്കറിയാലോ ഞാൻ നിന്നെ എന്റെ അനിയനെ പോലെയാ കാണുന്നേ. എടാ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ നിന്നെ കാണുന്നു. എന്ത് നല്ല പെർഫോമർ ആയിരുന്നു നീ. എന്താ നിന്റെ ഈ മാറ്റത്തിന് കാരണം? ഈ ജീവിതം, എൻ്റെ കരിയർ എല്ലാം കൈവിട്ട് പോവാണ്. ഈ ലഹരി ഉപയോഗം കാരണം എനിക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മേഡം പറയാം, എനിക്ക് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നീ നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. നിന്നെ കാത്ത് നിന്റെ കുടുംബമുണ്ട്. നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്, നല്ലൊരു കരിയർ ഉണ്ട്. നിന്നെ തന്നെ നശിപ്പിക്കുന്ന ഈ ലഹരി ഉപയോഗം നീ നിർത്തണം. എടാ നീ ഒരിക്കലും ഇങ്ങനെ ആവാൻ പാടില്ല. ഈ ലഹരി ഉപയോഗം ഒരാളുടെ ജീവിതവും നല്ലതാക്കിയിട്ടില്ല. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട്. ശരിക്കും ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഈ ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാനായിരുന്നു. പക്ഷേ നിനക്കൊരവസരം കൂടെ ഞാൻ തരാം, ആ പഴയ പെർഫോമറായി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എനിക്കിനി വേണ്ട. സോ നമുക്ക് ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇടയിൽ എല്ലാ യുവാക്കളും ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എല്ലാവർക്കും ഒരേ യോദ്ധാവെന്ന് പറഞ്ഞ് കേരള പോലീസിൻ്റെ റിപ്പോർട്ടിംഗ് നമ്പറുണ്ട്, 9959966666. ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഡ്രഗ്സിൻ്റെ അബ്യൂസ് എവിടെയൊക്കെയാണ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. പിന്നെ കുറേ നമുക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അത് ത്രൂ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. പിന്നെ നമുക്കെല്ലാവർക്കും അവർക്കൊരു ചാൻസ് കൂടെ നമ്മൾ ജീവിതത്തിലേക്ക് കൊടുക്കാൻ പറ്റും. സോ നമുക്കെല്ലാവർക്കും ഒരു യോദ്ധാഭാവം. സോ നമുക്കൊരു മെസ്സേജേ ഉള്ളൂ, സേ നോ ടു ഡ്രഗ്സ് ആൻഡ് യെസ് ടു ലൈഫ്.